നമസ്കാരം. എല്ലാ ഓസ്ട്രേലിയ മലയാളികൾക്കും ഗുഡ് മോർണിംഗ് ഓസ്ട്രേലിയയുടെ മോർണിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. രാജ്യത്തെ ഇന്ധന സുരക്ഷ ഉറപ്പാക്കുന്നതിനായി നിർണായക പ്രഖ്യാപനവുമായി പ്രധാനമന്ത്രി. രാജ്യത്തെ ഇന്ധനക്ഷാമം പരിഹരിക്കുന്നതിനും വിലക്കയറ്റം നിയന്ത്രിക്കുന്നതിനുമായി ദീർഘകാലാടിസ്ഥാനത്തിലുള്ള പദ്ധതികളാണ് സർക്കാർ ആവിഷ്കരിക്കുന്നത്. അടിയന്തര സാഹചര്യങ്ങൾ നേരിടുന്നതിനായി രാജ്യത്ത് ഇന്ധന ശേഖരം വർദ്ധിപ്പിക്കും. വിദേശ രാജ്യങ്ങളെ ആശ്രയിക്കുന്നത് കുറയ്ക്കുന്നതിനായി പ്രാദേശിക റിഫൈനറികൾക്ക് കൂടുതൽ പിന്തുണ നൽകും എന്നിവ പദ്ധതിയുടെ ഭാഗമാകും. കൂടാതെ ആഗോള വിപണിയിലെ വ്യതിയാനങ്ങൾ സാധാരണക്കാരെ ബാധിക്കാതിരിക്കാൻ പ്രത്യേക വിപണി ഇടപെടലുകളും നടത്തും. ഭാവിയിലെ സുരക്ഷ കണക്കിലെടുത്ത ഇലക്ട്രിക് വാഹനങ്ങളിലേക്ക് ബദൽ ഊർജ്ജ സ്രോതസ്സുകളിലേക്ക് മാറുന്നതിനുള്ള നടപടികളും പദ്ധതി പ്രകാരം വേഗത്തിലാക്കാനാണ് സർക്കാർ തീരുമാനം. മിഡിൽ ഈസ്റ്റിലെ യുദ്ധ സാഹചര്യത്തെ തുടർന്ന് ഓസ്ട്രേലിയയിൽ നിലനിൽക്കുന്ന ഇന്ധന പ്രതിസന്ധി ഗ്രാമീണ മേഖലകളിൽ നിന്ന് നഗരങ്ങളിലേക്കും വ്യാപിക്കുന്നു. ന്യൂ സൌത്ത് വെയിൽസിലെ വിവിധ സർവീസ് സ്റ്റേഷനുകൾ ഇന്ധന വിതരണത്തിൽ സ്വന്തം നിലയിൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി തുടങ്ങിയിട്ടുണ്ട്. ഗ്രാമീണ മേഖലകളിലായിരുന്നു നേരത്തെ ഇന്ധനക്ഷാമം സാരമായി ബാധിച്ചിരുന്നതെങ്കിൽ ഇപ്പോൾ സിഡ്നി ഉൾപ്പെടെയുള്ള പ്രധാന നഗരങ്ങളിലും പ്രതിസന്ധി പ്രകടമായി തുടങ്ങിയിട്ടുണ്ട്. കൂടാതെ ക്യാനുകളിലും ടാങ്കുകളിലും ഇന്ധനം നിറയ്ക്കുന്നതിന് കർശന നിരോധനവും ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഓസ്ട്രേലിയയുടെ പടിഞ്ഞാറൻ തീരങ്ങളിൽ നഗരീയ ചുഴലിക്കാറ്റ് കനത്ത നാശനഷ്ടം വിതയ്ക്കുന്നു. വടക്കു പടിഞ്ഞാറൻ മേഖലകളിൽ വീടുകളുടെ മേൽക്കൂരകൾ തകരുകയും വൈദ്യുത ബന്ധം പൂർണ്ണമായും നിലയ്ക്കുകയും ചെയ്തതായാണ് റിപ്പോർട്ടുകൾ. നിലവിൽ കാറ്റിന്റെ വേഗത കുറഞ്ഞുവെങ്കിലും പെർത്ത് ഉൾപ്പെടെയുള്ള നഗരങ്ങളിൽ കനത്ത മഴയ്ക്കും വെള്ളപ്പൊക്കത്തിനും സാധ്യതയുണ്ടെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകുന്ന മുന്നറിയിപ്പ്. കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായി ഓസ്ട്രേലിയയുടെ വിവിധ ഭാഗങ്ങളിൽ വീതിവിതച്ച നഗരീയ ചുഴലിക്കാറ്റ് കാറ്റഗറി 4 നിന്നും നിലവിൽ കാറ്റഗറി 2 താഴ്ന്നിട്ടുണ്ടെങ്കിലും അപകട സാധ്യത ഒഴിഞ്ഞിട്ടില്ല. എക്സ്മൌത്ത്, കാർണർബോൺ തുടങ്ങിയ ടൌണുകളിൽ കാറ്റ് വലിയ നാശനഷ്ടമാണ് ഇതുവരെയും ഉണ്ടാക്കിയിരിക്കുന്നത്. മേഖലയിലെ നൂറുകണക്കിന് വീടുകൾ ഇപ്പോഴും വൈദ്യുതി ബന്ധം വിച്ഛേദിക്കപ്പെട്ട ഇരുട്ടിൽ തുടരുകയാണ്. റോഡുകൾ പലയിടത്തും അടച്ചിട്ടിട്ടുണ്ട്. അത്യാവശ്യ ഘട്ടങ്ങളിൽ അല്ലെങ്കിൽ പുറത്തിറങ്ങരുതെന്നാണ് ജനങ്ങൾക്ക് നൽകിയിരിക്കുന്ന ജാഗ്രതാ നിർദ്ദേശം. ഓസ്ട്രേലിയയിലെ പ്രമുഖ മാധ്യമമായ OCTV മലയാളവും റിയൽ എസ്റ്റേറ്റ് കമ്പനിയായ nearestate.com ചേർന്ന് സംഘടിപ്പിക്കുന്ന രാജ്യവ്യാപകമായ പ്രോപ്പർട്ടി എക്സിബിഷന്റെ 8ാം പതിപ്പ് മെൽബൺ സൌത്തിലുള്ള നടയോരനിൽ നടക്കും. മെയ് 2 ശനിയാഴ്ച നടയോരൻ വെസ്റ്റ് ഫീൽഡ് ഫൗണ്ടൻ കീ ഷോപ്പിംഗ് സെന്ററിനടുത്തുള്ള മൾട്ടിപ്ലേസിലാണ് എക്സിബിഷൻ നടക്കുക. ബാങ്കുകൾ, ബിൽഡേഴ്സ്, ഡെവലപ്പർമാർ തുടങ്ങി വിവിധ മേഖലയിലെ വിദഗ്ധർ പങ്കെടുക്കുന്ന എക്സിബിഷൻ എല്ലാ ഉപഭോക്താക്കൾക്കും പ്രയോജനകരമാകുന്ന തരത്തിലാണ് ഒരുക്കിയിരിക്കുന്നത്. കൂടാതെ $3000 മുതൽ $20,000 വരെയാണ് കസ്റ്റമേഴ്സിന് ഡിസ്കൌണ്ടായി എക്സിബിഷൻ വഴി ലഭ്യമാക്കുന്നത്. വീടുകൾ വാങ്ങാനും ഇൻവെസ്റ്റ് ചെയ്യാനും അപ്ഗ്രേഡ്, ലോൺ എന്നിവയ്ക്കായി ശ്രമിക്കുന്നവർക്കും ഈ എക്സിബിഷൻ ഒരു മികച്ച അവസരമായി മാറുമെന്നാണ് കരുതുന്നത്. വേനൽക്കാല യാത്രാ തിരക്കും മിഡിൽ ഈസ്റ്റിലെ നിലവിലെ സംഘർഷ സാഹചര്യങ്ങളും കണക്കിലെടുത്ത് അന്താരാഷ്ട്ര വിമാന സർവീസുകളിൽ മാറ്റങ്ങൾ പ്രഖ്യാപിച്ചു കോണ്ടസ് എയർലൈൻസ്. ഏപ്രിൽ 10 മുതൽ ജൂലൈ അവസാനം വരെ പ്രാബല്യത്തിൽ വരുന്ന പുതിയ സമയക്രമം അനുസരിച്ച് ഓസ്ട്രേലിയയ്ക്കും യൂറോപ്പിനും ഇടയിലുള്ള സർവീസുകളുടെ എണ്ണം വർദ്ധിപ്പിക്കും. പെർത്ത്, പാരീസ് വഴിയുള്ള നേരിട്ടുള്ള സർവീസുകൾ താൽക്കാലികമായി നിർത്തലാക്കിയിട്ടുണ്ട്. പകരം സിഡ്നിയിൽ നിന്ന് സിംഗപ്പൂർ വഴി പാരീസിലേക്ക് ആഴ്ചയിൽ 5 സർവീസുകളാണ് കമ്പനി നടത്തുക. സിംഗപ്പൂർ വഴിയുള്ള യാത്രയിലൂടെ ഓരോ വിമാനത്തിലും 60 അധികം യാത്രക്കാരെ ഉൾപ്പെടുത്താൻ കഴിയുന്നതാണ് ഇതിന്റെ നേട്ടം. കൂടാതെ പെർത്ത്, സിംഗപ്പൂർ സർവീസുകളുടെ എണ്ണം ആഴ്ചയിൽ 7 നിന്ന് 10 ഉയർത്തും. പാരീസിലേക്കുള്ള കണക്ഷൻ വിമാനങ്ങൾക്കായാണ് ഈ മാറ്റം. എവിടെ വരുന്നുണ്ട് ഓൺലൈനിൽ നമ്മൾ സാധനം ഉണ്ട്. അത് പഞ്ചായത്തിനായാലും ബ്രാഞ്ചൊക്കെ അപ്പായാലും മണിപ്പൂരിയാണെങ്കിൽ 2-3 ദിവസം സംഗതി എത്തിയിരുന്നു. ഇപ്പം വിക്ടോറിയയിലെ എല്ലാ കടയിലും ഞങ്ങൾക്ക് കൊടുക്കാൻ പറ്റുന്നുണ്ട്. നിങ്ങൾ എല്ലാവരും മേടിക്കണം. കാട്ടുതീ സാരമായി ബാധിച്ച വിക്ടോറിയൻ ഗ്രാമങ്ങളിൽ അതിജീവനത്തിനായി പൊരുതുന്ന കർഷകരെ ലക്ഷ്യമിട്ട ഇന്ധനക്കൊള്ള വ്യാപിക്കുന്നു. റഫിയിലെ ആട് വളർത്തൽ കേന്ദ്രത്തിൽ നിന്ന് 100 കണക്കിന് ലിറ്റർ ഇന്ധനമാണ് കഴിഞ്ഞ ദിവസങ്ങൾ രാത്രി മോഷ്ടാക്കൾ മോഷ്ടിച്ചു കടത്തിയത്. ജനുവരിയിലെ ഭീകരമായ ലോങ്വുഡ് കാട്ടുതീയിൽ 1850ഓളം ആടുകൾ ചാവുകയും 1000ഓളം ഏക്കർ കൃഷിയിടം കത്തി നശിക്കുകയും ചെയ്ത സാറ തോമസിന്റെയും റോസിന്റെയും ഫാമിലാണ് ക്രൂരമായ മോഷണം നടത്തിയിരിക്കുന്നത്. കൃഷി ആവശ്യങ്ങൾക്കായി സൂക്ഷിച്ചിരുന്ന 400 ലിറ്റർ ഡീസലും 100 ലിറ്റർ പെട്രോളുമാണ് ടാങ്കുകളിൽ നിന്നും മോഷ്ടാക്കൾ കവർത്തിരിക്കുന്നത്.
ഇന്ത്യയും ഓസ്ട്രേലിയയും തമ്മിലുള്ള നിർണായകമായ ടെസ്റ്റ് ക്രിക്കറ്റ് പരമ്പരയുടെ വേദികൾ പ്രഖ്യാപിച്ചു. 5 മത്സരങ്ങൾ അടങ്ങിയ പരമ്പരയിലെ ഒരു പ്രധാന വേദിയായി ചെന്നൈ മാറും. ചിദംബരം സ്റ്റേഡിയത്തിൽ വെച്ചായിരിക്കും ഇന്ത്യയും ഓസ്ട്രേലിയയും തമ്മിലുള്ള പോരാട്ടം നടക്കുക. ദക്ഷിണേന്ത്യയിലെ ഏക വേദിയായാണ് ചെന്നൈയെ BCCI നിശ്ചയിച്ചിരിക്കുന്നത്. വർഷങ്ങൾക്ക് ശേഷമാണ് ചെന്നൈയിൽ ഇന്ത്യ ഓസ്ട്രേലിയ ടെസ്റ്റ് മത്സരം മടങ്ങിയെത്തിയിരിക്കുന്നത്. സ്പിൻ പിച്ചുകൾക്ക് പേരുകെട്ട ചെന്നൈയിലെ മത്സരം ഇരു ടീമുകൾക്കും ഒരുപോലെ വെല്ലുവിളിയാകുമെന്നാണ് കരുതുന്നത്. പരമ്പരയിലെ മറ്റ് 4 വേദികളും ഇതിനോടകം തന്നെ നിശ്ചയിച്ചിട്ടുണ്ട്. പാർട്ടി വിട്ട മുൻ MLA-യും ഒറ്റപ്പാലത്തെ UDF സ്വതന്ത്ര സ്ഥാനാർത്ഥിയുമായ PK ശശിയെ രൂക്ഷമായി വിമർശിച്ച മുഖ്യമന്ത്രി പിണറായി വിജയൻ വഞ്ചകന്മാർ ഒരു കാലത്തും രക്ഷപ്പെട്ടിട്ടില്ല. ചരിത്രം വഞ്ചകന്മാരെ ഒറ്റപ്പെടുത്തിയിട്ടുണ്ടെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. വഞ്ചകന്മാർ അനുഭവിക്കാൻ പോകുന്നതേയുള്ളൂവെന്നും UDF ഗതികേടിലാണെന്നും മുഖ്യമന്ത്രി കുറ്റപ്പെടുത്തി. ഒറ്റപ്പാലത്തെ LDF തെരഞ്ഞെടുപ്പ് വേദിയിലായിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പരാമർശം. അമ്പലപ്പുഴയിൽ UDF പിന്തുണയ്ക്കുന്ന സ്വതന്ത്ര സ്ഥാനാർത്ഥി G. സുധാകരനെതിരെ ആഞ്ഞടിച്ച CPM ജില്ലാ സെക്രട്ടറി MV ഗോവിന്ദൻ. UDF പിന്തുണയ്ക്കുന്ന ജമാഅത്തെ ഇസ്ലാമിയുമായിട്ടാണ് സുധാകരന്റെ ചങ്ങാത്തം. സുധാകരന്റെ കഴിഞ്ഞകാല രാഷ്ട്രീയത്തിന് വർത്തമാനകാലവുമായി യാതൊരു ബന്ധവുമില്ല. എല്ലാ വിഭാഗം വർഗീയവാദികളുമായി കൂട്ടുകൂടുന്നു. സ്വന്തം സഹോദരന്റെ രക്തസാക്ഷിത്വത്തെ തള്ളിപ്പറയുന്നുവെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. സൗദി കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാൻ രാജകുമാരനുമായി സംസാരിച്ച ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പശ്ചിമേഷ്യൻ സംഘർഷത്തെക്കുറിച്ച് ഇരുവരും ചർച്ച ചെയ്തു. ഊർജ്ജ അടിസ്ഥാന സൌകര്യങ്ങൾക്കെതിരായ ആക്രമണങ്ങളെ ഇന്ത്യ അപലപിച്ചു. നാവിക സ്വാതന്ത്ര്യം ഉറപ്പാക്കുന്നതിന്റെ ആവശ്യകതയെക്കുറിച്ചും ചർച്ചയുണ്ടായി. സൗദി അറേബ്യയിലെ ഇന്ത്യൻ സമൂഹത്തിന്റെ ക്ഷേമത്തിനായി അദ്ദേഹം തുടർച്ചയായി നൽകുന്ന പിന്തുണയെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നന്ദി അറിയിച്ചു. ഇതോടെ ഇന്നത്തെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.